നമസ്കാരം. നമ്മുടെ നാട്ടിൽ നെറികെട്ട നട്ടല്ലില്ലാത്ത ചില ക്രിമിനൽസ് ഉണ്ട്. ഇവർക്കെതിരെ നമ്മുടെ നിയമം അതിശക്തമായ നിലപാടെടുക്കണം, നടപടി സ്വീകരിക്കണം. നിങ്ങൾക്കറിയാം, ഒരാഴ്ച മുമ്പാണ് നമ്മുടെ വാളയാറിൽ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന രാംനാരായൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ നാട്ടിലെ നെറികെട്ട ആൾക്കൂട്ടം തല്ലിക്കൊന്നത്, ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ. ആ സമയത്ത് ഞാൻ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു. ആലപ്പുഴയിൽ നമ്മുടെ തന്നെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, 27-28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കാറ് ഓടിച്ചു വരുന്ന സമയത്ത് അവൻ്റെ കാറിൻ്റെ സൈഡ് വ്യൂ മിറർ തട്ടി ഒരു പയ്യൻ റോഡിൽ വീണു. അവൻ വീണപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഇയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇറങ്ങിയപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ചില ക്രിമിനൽസ്, അത് ഈ വീണ പയ്യനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ഈ വാഹനം ഓടിച്ച പയ്യനെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും മർദ്ദിക്കുകയും അവനിപ്പോൾ ഗുരുതരമായിട്ട് പരിക്ക് പറ്റി കമ്പിവടി കൊണ്ട് വരെ അവനെ അടിച്ചു എന്നാണ് പറയുന്നത്. ഗുരുതരമായിട്ട് പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. ആ താഴെ വീണ പയ്യൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞിട്ട് പോലും ഈ ക്രിമിനൽസ് കേൾക്കാതെ അവനെ മർദ്ദിച്ചുവെന്നും അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല എന്നുമൊക്കെയാണ് വാർത്തയിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നെറികെട്ട ഇത്തരത്തിലുള്ള ക്രിമിനൽസ് നമ്മുടെ നാട്ടിൽ തെക്ക് മുതൽ വടക്ക് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എല്ലായിടത്തുമുണ്ട്. ഒരു ദുർബലനെ, തിരിച്ചൊന്നും ചെയ്യാത്ത ഒരുത്തനെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ അവരുടെ ശൗര്യം കാണിക്കുന്നത് അവൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഈ അടി കൊണ്ട പയ്യൻ, ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്ന പരിക്ക് പറ്റിയ പയ്യൻ ഇടിച്ചിട്ട് നിർത്താതെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടതുണ്ടാകുന്നു എന്ന് അറിയാതെ ഏത് വണ്ടിയാണോ തട്ടിയത് ആ വണ്ടിക്കാരൻ്റെ മേൽ കുതിര കയറുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുടെ മേൽ കുതിര കയറുന്ന, ആക്രമണം അഴിച്ചുവിടുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ സംവിധാനമാണ്. ഈ സംവിധാനത്തിന് സാധിച്ചില്ലെങ്കിൽ നാളെ പൊതുജനം ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അവനെ സംഘം ചേർന്ന് ഒരു കാര്യവുമില്ലാതെ ആക്രമിക്കുന്ന, തൻ്റെ ഇടമില്ലാത്ത നെറികെട്ട ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ പലയിടത്തും പിന്നീട് ചില ആൾക്കാർ നേരിട്ട് ചെന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പോലീസ് കണ്ടെത്തി അവർക്കെതിരെ നരഹത്യാ കുറ്റത്തിന് തന്നെ കേസെടുത്ത് അവന്മാർ ദീർഘകാലം ജയിലിൽ കിടക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി കോടതിയിൽ അവന്മാരെ ഹാജരാക്കണം. ഒരു ദയയും ഇവരോട് കാണിക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ വാഹനം റോഡിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ അപകടം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആരുടെ തെറ്റുകൊണ്ടാണ് അപകടമുണ്ടായതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ചിലപ്പോൾ നടന്നു പോകുന്ന ആൾക്കാരുടെ തെറ്റ് മൂലം അപകടമുണ്ടാകും. കാർ ഓടിക്കുന്ന, ബസ് ഓടിക്കുന്ന, ഏത് വാഹനവും ഓടിക്കുന്ന ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ട് അപകടമുണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് ആരുടെ തെറ്റുകൊണ്ടാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാതെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകട സാഹചര്യത്തെ നിയമത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം നിയമം കയ്യിലെടുത്ത് യാതൊരു മനസാക്ഷിയുമില്ലാതെ തിരിച്ചടിക്കാത്ത ഒരുത്തനെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള നെറികെട്ട നട്ടലില്ലാത്ത ഭീരുക്കളെ നമ്മുടെ നിയമം കർക്കശമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഊച്ചാളികൾ മറുഭാഗത്ത് നിൽക്കുന്നത് തൻ്റെ ഇടമുള്ള ഒരുത്തനാണെങ്കിൽ, എന്താടാ എന്ന് ചോദിച്ചാൽ നീ ആരാടാ എന്ന് തിരികെ ചോദിക്കുന്നവനാണെങ്കിൽ ഇവന്മാർ വാലും ചുരുട്ടി തിരികെ വിടും. അത്തരത്തിലുള്ളൊരു സംഭവം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. പന്തളത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ സ്കൂട്ടർ ഒരു ഓട്ടോറിക്ഷയിൽ തട്ടി. അത് വാക്കുതർക്കമായി. അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ഒരു 6-7 പേര് അവനെ ആക്രമിക്കാൻ ചെന്നു. അവൻ തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് ഊരി ആദ്യത്തെ ആൾക്ക് തന്നെ ഒരെണ്ണം കൊടുത്തു. രണ്ടാമത് അവൻ്റെ നേരെ കൈവീശിയപ്പോഴത്തേക്കും അവൻ പുറകോട്ട് പോയി. അവൻ അടിക്കാനറിയാവുന്നവനാണ്, അവനെ തൊട്ടാൽ തങ്ങളുടെ മേൽ നോവും എന്ന് ഈ ഊച്ചാളികൾക്ക് മനസ്സിലായപ്പോൾ അവർ പിന്മാറി. നേരെ മറിച്ച് അവനവിടെ രാംനാരായണനെ പോലെ, നമ്മൾ കണ്ടാണ് വാളയാറിൽ രാംനാരായൺ എന്ന് പറയുന്ന അതിഥി തൊഴിലാളിയെ ഈ ജനക്കൂട്ടം തല്ലിക്കൊന്നപ്പോൾ അയാൾ പ്രതികരിച്ചില്ല. അയാൾ തിരിച്ച് ഇവന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല.
എൻ്റെ പരിചയത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറുണ്ട്. അദ്ദേഹം എന്നോട് ഈ വാർത്ത വായിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സർവീസ് സമയത്ത് ഒരു ASI മഫ്തിയിൽ ബസ്സിൽ വരികയാണ്. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഒരാൾ അടിച്ചു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അടിക്കാൻ അവൻ ശ്രമിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിനത് മനസ്സിലായി. അദ്ദേഹം കയ്യോടെ അവനെ പിടികൂടി. എന്നിട്ട് ബസ് നിർത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം പോലീസാണെന്നോ ASI ആണെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. പണ്ട് നിർത്തിച്ച് അദ്ദേഹം ഇവനെ കൊണ്ട് പുറത്തിറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, പോലീസിൽ വിവരം അറിയിക്കുക, അവനെ പോലീസിൽ ഏൽപ്പിക്കാൻ പോക്കറ്റ് അടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോക്കറ്റ് അടിച്ചവൻ വിളിച്ചു പറഞ്ഞു, അവിടെ കുറേ ഓട്ടോക്കാർ നിൽപ്പുണ്ട്. വിളിച്ചു പറഞ്ഞു, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, ഇയാൾ എന്നെ ആവശ്യമില്ലാതെ പിടിച്ചിരിക്കുകയാണ്, ഓടിവാ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണെന്നും അറിയാൻ വയ്യ. പക്ഷേ ഇവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ളവനാണ് എന്നുള്ള ധാരണയിൽ അവരോടിക്കൂടി ഇയാളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഈ ASI കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയും, ദേഹത്ത് കൈ വെക്കരുത്, വെച്ചാൽ പണി കിട്ടും എന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. ആദ്യം വന്ന ആളുടെ മുഖത്ത് തന്നെ കാല് മുടക്കി അദ്ദേഹം ഒറ്റയടി കൊടുത്തു. അതുകൊണ്ട് ഇവർ സമൂഹത്തിന് വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ നോക്കുകൂലി ചോദിക്കുന്ന ചില തൊഴിലാളികളുടെ അതേ ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് ഇവർക്കുള്ളത്. ഇവർ ചെയ്യുന്നതൊരു സാമൂഹിക സേവനമല്ല, സമൂഹത്തിന് വളരെ വലിയ ദോഷമാണ് ഇവർ ചെയ്യുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയാണ് ഇവരുടെ പ്രതികരണം. ഒരു വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇതാവൻ കള്ളനാണ് അല്ലെങ്കിൽ ഇവനിന്നത് ചെയ്തു, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തിരക്കി അറിയാതെ അന്നേരം വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇത് വളരെ വലിയ ഡേഞ്ചറാണ്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയോട് പറയാനുള്ളത്, ഇത്തരക്കാർക്കെതിരെയുള്ള നിങ്ങളുടെ നടപടി എന്ന് പറയുന്നത് കൊടും ക്രിമിനൽസിനെതിരെയുള്ള നടപടിയായിരിക്കണം. ഒരു ദയവും ഇവരോട് കാണിക്കരുത്. കാരണം ഒരു യഥാർത്ഥ പ്രശ്നം നടക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കൊട്ടേഷൻ സംഘം വന്നിട്ട് വടിവാളും പിച്ചാത്തിയും എടുത്ത് ഒരു നഗരമധ്യത്തിൽ ഇവന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു ഭീകര ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടു നിൽക്കുകയല്ലാതെ അവരുടെ അടുത്തേക്ക് ചെല്ലത്തില്ല, പേടിയാണ്. ചെന്ന് കഴിഞ്ഞാൽ അവർ വെട്ടി പീസാക്കും. എന്നാൽ ഒരു ദുർബലനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭയങ്കര ധൈര്യമാണ്, ഇവരവനെ ആക്രമിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറികെട്ടവരും ഭീരുക്കളും ക്രിമിനൽസുമാണ്, തൻ്റെ ഇടമുള്ളവരല്ല. ഇവർ ഇതുപോലെയുള്ള ഏതൊരു വലിയ പ്രശ്നവും, അതായത് ശരിയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയം അവരുടെ മുമ്പിലുണ്ടായി കഴിഞ്ഞാൽ ഇവർ വായും പൂട്ടി നിൽക്കുകയുള്ളൂ. കൈ പൊക്കാൻ കെൽപ്പുള്ളവൻ്റെ നേരെ ഇവർ ചെല്ലില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്. ഒരിടത്ത് പോലും ഇങ്ങനെയുള്ള ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകാൻ പാടില്ല. ആൾക്കൂട്ട ആക്രമണം എവിടെ ഉണ്ടായാലും ശരി, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അവൻ്റെ ശിഷ്ടകാലം ജയിലിൽ കിടക്കുന്ന നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടാകണം. നിയമം എപ്പോഴും നിയമത്തിൻ്റെ വഴിക്കാണ് പോകേണ്ടത്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരെ പിടികൂടുന്നതിൽ ഒരു തെറ്റുമില്ല. പിടികൂടിയവരെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ജനം ചെയ്യേണ്ടത്. പോലീസ് കൊണ്ടുപോട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ ക്രൈം ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. അതായത് ഒരുത്തൻ വന്നിട്ട് കത്തിയെടുത്ത് വടിവാലെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വെട്ടുക, കുത്തുക, ആക്രമിക്കുക, അങ്ങനെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നിൽക്കുക മാത്രമേ ചെയ്യൂ. പേടിയാണ് അവൻ്റെ അടുത്തേക്ക് പോകാൻ. എന്നാൽ ഇവിടെ ഒരുത്തൻ വാഹനം തട്ടി റോഡിൽ വീണവനെ രക്ഷപ്പെടുത്തി അവനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവനെ ആക്രമിക്കുകയാണ്. അവൻ തിരിച്ചാക്രമിക്കുന്നില്ല. അവൻ തിരിച്ചാക്രമിച്ചിരുന്നെങ്കിൽ ഇവന്മാരാരും അവിടെ നിൽക്കില്ലായിരുന്നു. ഇവൻ്റെ കയ്യിൽ ഒരു വിച്ചാത്തി ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ ജീവനം കൊണ്ട് ഓടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഇനി ആയുധം പോക്കറ്റിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പരാജയമാണെന്ന് ഇവിടുത്തെ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കും അവരവരുടെ സുരക്ഷ പ്രധാനമാണ്. അതുകൊണ്ട് റോഡിൽ കൂടി വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും സുരക്ഷ ആവശ്യമാണ്. അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ സർക്കാർ വലിയ പരാജയമാണ്. പോലീസിന് സാധിക്കുന്നെങ്കിൽ പോലീസിനെ കൊണ്ട് എന്താണ് ഗുണം? അതുകൊണ്ട് ഇത്തരക്കാരെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നടപടി തന്നെ ഗവൺമെൻറ്റും കോടതികളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ശരി ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. താങ്ക് യു.